Hello Muckles! Welcome back to Sala Learning. It's me Sri Bhama SB. എടാ മക്കളെ, ഇതാ വെക്കേഷൻ ഒക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ബട്ട് അതിന്റെ കൂടെ തന്നെ സന്തോഷത്തിനോടൊപ്പം ഒരു സങ്കടം എന്ന് കൂടെ പറയട്ടെ. ഒരൊറ്റ മാസം കൂടി ഇനി നമ്മുടെ മുമ്പിൽ ബാക്കിയുള്ളൂ അല്ലെ. എത്ര പെട്ടെന്നാണ് ദിവസങ്ങൾ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു മാസം കൂടി കഴിഞ്ഞ് ജൂൺ 2 അടിപൊളിയായിട്ട് നിങ്ങൾക്ക് സ്കൂളും തുറക്കാൻ വേണ്ടിയിട്ട് പോവാണ്. സോ ഓൺലി 1 month ലെഫ്റ്റ്. ആ ഒരു ഒറ്റ മാസേ ഉള്ളൂ നമ്മുടെ മുമ്പിൽ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടും സമാധാനപരമായിട്ടിരിക്കാൻ വേണ്ടിയിട്ടും അല്ലെ. സമാധാനത്തിന് കുറവൊന്നുമില്ല. നമ്മൾ കുറച്ചൊക്കെ പഠിച്ച് നമ്മുടെ പരിപാടിയൊക്കെ നോക്കി കഴിഞ്ഞാൽ വലിയ വിഷയങ്ങളൊന്നും ഇല്ല അല്ലെ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു മാസം കൂടെ കുറച്ച് നല്ല എഫക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുക. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അതേപോലെ തന്നെ കുറച്ച് പഠിച്ചു തുടങ്ങാം. അതിൽ തെറ്റൊന്നുമില്ല. കുഞ്ഞായിട്ട് പഠിക്കുക. അതിനോടൊപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ക്രിക്കറ്റ് ആണെങ്കിൽ ക്രിക്കറ്റ്, ഫുട്ബോൾ ആൻഡ് ഡ്രോയിങ്, ഡാൻസ് ആൻഡ് സിംഗിങ്, അങ്ങനെ നിങ്ങളുടെ സ്കിൽ എന്താണോ അത് ഡെവലപ്പ് ചെയ്യാൻ കൂടെ ശ്രമിക്കേണ്ട ഒരു മാസമായിരിക്കണം ഇനി നിങ്ങളുടെ മുമ്പിലുള്ളത്. ആ ഒരു മാസം അടിപൊളിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്കൂളായി, പിന്നെ തിരക്കായി, ഹോംവർക്കായി, അസൈൻമെന്റ് ആയി, അതായി ഇതായി മൊത്തം തിരക്കായി അല്ലെ. അപ്പൊ നമുക്ക് അടിപൊളിയാക്കണം, സെറ്റ് ആക്കണം. വെക്കേഷൻ ഒക്കെ അടിച്ചു പൊളിച്ച് തന്നെ പോകുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ സ്കൂൾ തുറക്കുന്നത് ഒഫീഷ്യലി നമ്മൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. 2-ാം തീയതിയാണ്, ജൂൺ 2-ാം തീയതിയാണ് എന്റെ മക്കൾക്ക് സ്കൂൾ തുറക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് സ്കൂളിലോട്ട് പോകാൻ വേണ്ടി കുറച്ച് പ്രിപ്പയർ ചെയ്യണം. വേണ്ടേ? സ്കൂളിൽ വെറുതെ ഇവിടെ ഒരു കൈ വീശി പോയാൽ മതിയോ? അത് നമ്മുടെ സൈലത്തിന്റെ മക്കള് വെറുതെ അങ്ങ് പോയാൽ മതിയോ? പോരാ. നമുക്ക് എന്ത് ചെയ്യണം, കുറച്ച് നല്ല പ്രിപ്പറേഷൻ ഒക്കെ ചെയ്താൽ ഭയങ്കര അടിപൊളിയായിട്ട് വേണം ഇപ്രാവശ്യത്തെ ഒരു അക്കാഡമിക് ഇയർ സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. സോ പുതിയൊരു വർഷമാണ്, പുതിയൊരു തുടക്കമാണ്. നമുക്ക് അടിപൊളിയാക്കണം, സെറ്റ് ആക്കണം. റെഡി? അപ്പൊ മക്കളെ, നമ്മുടെ മെയിൻ പ്രശ്നം എന്താണെന്നറിയോ? ഏത് ക്ലാസ് ആണെങ്കിലും നമുക്കുള്ള വിഷയം എന്ന് പറയുന്നത്, ഒന്നാമത് നമ്മൾ ഇതുവരെ പഠിച്ച പോലെയുള്ള ടെക്സ്റ്റ് ബുക്ക് അല്ല. ടെക്സ്റ്റ് ബുക്കിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു. പുതിയ ക്ലാസ്സിലാണ് നിങ്ങൾ പോകുന്നത് അല്ലെ. പുതിയൊരു ക്ലാസ്, ചിലപ്പോൾ പുതിയ ഫ്രണ്ട്സ് ആയിരിക്കാം നിങ്ങൾക്ക്. മിസ്സൊക്കെ പഠിക്കുന്ന സമയത്ത് ഡിവിഷനൊക്കെ മാറ്റിയായിരുന്നു. ഇപ്പോൾ 7A ആണെന്നുണ്ടെങ്കിൽ അത് 8Bയിലോട്ട് മാറ്റുക. അങ്ങനെ ഷഫ്ലി ആയിരുന്നു. നിങ്ങളുടെ കയ്യിൽ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. അപ്പോഴും സ്റ്റിൽ പുതിയ കുറെ ഫ്രണ്ട്സ്, പുതിയ കുറെ ടീച്ചേഴ്സ് ആയിരിക്കും. എന്തായാലും പുതിയ ടീച്ചേഴ്സ് ആയിരിക്കും, പുതിയൊരു അക്കാഡമിക്കൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും അല്ലെ. അതേപോലെ പുതിയ ടെക്സ്റ്റ് ബുക്കുകളാണ് നിങ്ങൾ ഇതുവരെ കണ്ട് പരിചയമില്ലാത്ത കുറച്ചും കൂടെ വൈഡ് ആയിട്ടുള്ള സിലബസ്. നമ്മള് കുഞ്ഞു ക്ലാസ് പഠിച്ചതിനേക്കാൾ കുറച്ചും കൂടെ കൂടുതലായിട്ട് നമ്മൾ പഠിക്കാൻ പോവാണ്. പുതിയ സിലബസ് ആയിരിക്കും, കുറച്ചും കൂടെ കൂടുതലും പഠിക്കാൻ പോവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു സ്ട്രെസ് നമുക്ക് ഗംഭീരമായിട്ട് വരും. അയ്യോ, ഒരുപാട് പഠിക്കാനുണ്ട്, എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല. ടെക്സ്റ്റ് ബുക്കും അത് ഇത് എല്ലാം കൂടിയായിട്ട് നമുക്ക് മൊത്തത്തിൽ ഒരു ഹറിബറിയാണ് അല്ലെ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പൊ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, ഒരു പ്രിപ്പറേഷൻ സെറ്റ് ചെയ്ത് വെച്ചിട്ട് സ്കൂൾ തുറന്ന് അടിപൊളിയായിട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ഒരു ഐഡിയയിൽ അങ്ങ് പോയിട്ടാ നിങ്ങൾ ഭയങ്കര അടിപൊളി മക്കളായിട്ട് പോയി കഴിഞ്ഞാൽ എന്റെ മക്കളെ ഈ ഒരു അക്കാഡമിക് കയറി നമ്മുടെ കയ്യിലിരിക്കും. ഓക്കെ, അപ്പൊ ആ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ അങ്ങ് മാറ്റി വെച്ചോ. മിസ് ചെറുതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സ്കൂളിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം മിസ് ഡീറ്റെയിൽ ആയി തന്നെ എന്റെ മക്കൾക്ക് പറഞ്ഞുതരാം. ഇത് എന്റെ ഒപ്പീനിയൻ ആണ്. ഓരോരുത്തർക്കും ഓരോരോ രീതിയിൽ സെറ്റ് ചെയ്യാം. അതിനൊന്നും വിഷയമൊന്നുമില്ല കേട്ടോ. നിങ്ങളുടേതായിട്ടുള്ള ഇഷ്ടത്തിനനുസരിച്ച് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് വൺ, നമുക്കൊരു സംശയമാണ്, എങ്ങനെയാ മിസ് ഇനിയിപ്പോ ഇത് സെറ്റ് ആക്കാൻ പറ്റാ? എന്തായാലും എനിക്ക് കുറച്ച് നന്നായിട്ട് ഇപ്രാവശ്യം പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട്. എനിക്ക് മുമ്പത്തെ പ്രാവശ്യം മാർക്ക് കുറഞ്ഞു, കുറച്ചും കൂടെ നന്നായിട്ട് മാർക്ക് കിട്ടണം എന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് സെറ്റ് ആക്കണം എന്നുണ്ട്. ഈ ഒരു വർഷം എനിക്ക് എന്റെ കയ്യിലാക്കണം, എന്റെ പാരന്റ്സിനെ പ്രൗഡായിട്ട് പറയണം, എന്റെ മക്കൾക്ക് നല്ല അടിപൊളിയായിട്ട് മാർക്കൊക്കെ സ്കോർ ചെയ്ത് മിടുക്കന്മാരും മിടുക്കളായെന്ന് പറയുന്ന ആഗ്രഹിക്കുകയാണോ നിങ്ങൾ എന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് സെറ്റ് ആക്കാന്ന് മിസ് പറഞ്ഞുതരാം. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, മേക്ക് എ ടൈം ടേബിൾ. ഒരു ടൈം ടേബിൾ നിങ്ങൾ ഉണ്ടാക്കി വെക്കുക. അത് വെറുതെ സബ്ജക്ട് വൈസുള്ള ടൈം ടേബിൾ അല്ല മിസ് പറയുന്നത്. സ്കൂൾ തുറക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ അടുത്ത മാസം മുതൽ എങ്ങനെയായിരിക്കും നിങ്ങളുടെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ലൈഫ് കൊണ്ടുപോവുക എന്ന് വെച്ചാൽ ഇപ്പം മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ അങ്ങനെ എല്ലാ ദിവസവും നിങ്ങൾ എഴുതി വെക്കുക. ആൻഡ് ടൈമിങ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഭാഗത്ത് മുകളിലോട്ട് എഴുതി വെക്കാം. ഇവിടെ നിങ്ങൾക്ക് ടൈമിങ് എഴുതാം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എപ്പോൾ എഴുന്നേൽക്കുന്നു എപ്പോ എഴുന്നേക്കണം, അതേപോലെ എപ്പോ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കാനിരിക്കണം, അല്ലെങ്കിൽ എപ്പോ നിങ്ങളുടെ എന്റർടൈൻമെന്റ് ചെയ്യണം, എപ്പോ നിങ്ങൾ ഗെയിം കളിക്കാൻ പോകണം, അങ്ങനെയുള്ള എല്ലാ ഈച്ച് ആൻഡ് എവറിത്തിങ് നിങ്ങളൊരു സ്ട്രക്ചർ ആക്കി വെച്ച് നോക്കടാ. എന്നിട്ട് നിങ്ങൾ അടുത്ത വർഷത്തിലോട്ട് പോയി നോക്കുക. അടുത്ത മാസം മുതൽ അതൊന്ന് ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കുക. അടിപൊളിയായിരിക്കും. അപ്പൊ ശരിക്കും പറഞ്ഞ ഒരു ചിട്ടയായിട്ടുള്ള സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ജീവിതം എന്ന് പറയുന്നത് ജീവിതത്തിലുടനീളായിക്കോട്ടെ, പഠനത്തിന്റെ കേസിലായിക്കോട്ടെ ഭയങ്കര എഫക്റ്റീവ് ആണ്. നമ്മളൊരു ടൈം ടേബിൾ അനുസരിച്ച് കൃത്യമായിട്ട് ചിട്ടയോട് കൂടിയിട്ട് ലൈഫ് കൊണ്ടുപോകുന്നു എന്നുണ്ടെങ്കിൽ അത് ഭയങ്കര അടിപൊളിയാ. അല്ലാണ്ട് നമ്മുടെ ഇഷ്ടത്തിന് എണീക്കുക, നമ്മുടെ ഇഷ്ടത്തിന് ഫോൺ നോക്കുക, നമ്മുടെ ഇഷ്ടത്തിന് കടന്നുറങ്ങുക, അതിനേക്കാൾ അടിപൊളി എന്താ, നമുക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു ടൈം ടേബിൾ നിങ്ങൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് വലിയതായിട്ടുള്ളതൊന്നും വേണ്ട. നിങ്ങൾക്ക് എന്താണോ പറ്റുന്നത്, ഇപ്പൊ 6 മണിക്ക് എണീക്കാൻ പറ്റുന്ന 6 മതി, 7 ആണെങ്കിൽ 7 മതി, അങ്ങനെ എഴുന്നേക്കാം.
കാര്യങ്ങൾ സെറ്റ് ചെയ്യുക. പിന്നെ സ്കൂളിൽ പോകുന്ന സമയം നിങ്ങൾ വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോളൂ. ആൻഡ് അത് കഴിഞ്ഞ് തിരിച്ചെത്തുന്ന സമയം നിങ്ങൾ നോട്ട് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എത്ര സമയം പഠിക്കാൻ പറ്റും, എത്ര സമയം റിവിഷന് വെക്കാൻ പറ്റും, ആൻഡ് അത് കഴിഞ്ഞ് എത്ര സമയം നിങ്ങൾ ഫുഡ് കാര്യങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് എപ്പോൾ കിടന്ന് ഉറങ്ങണം, ഈ ഒരു ഐഡിയ ഉണ്ടാക്കിയിട്ട് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി സെറ്റ് ചെയ്ത് നോക്കടാ. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വർഷം കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ആൻഡ് അടുത്ത സംഭവം എന്ന് പറയുന്നത് മെയിൻ സാധനമാണ്. അത് നിങ്ങൾ ചെറിയതാണ് പറഞ്ഞിട്ട് ഒന്നും കാര്യമില്ല. സമയം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെയാണ് അല്ലെ. 24 hour ആണ് എല്ലാവർക്കും തരുന്നത്. പക്ഷെ അത് എങ്ങനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നനുസരിച്ചിട്ടാണ് അതിൽ മാറ്റങ്ങൾ സംഭവിക്കുക. ഇപ്പൊ മിസ് ഭയങ്കര ലേസി ആയിട്ട് ഒരു ദിവസം കടന്നു പോയി വിചാരിച്ചോ, ഒരു പണി എടുക്കാണ്ട് വെറുതെ ഇരുന്ന ആ 24 മണിക്കൂർ എന്റെ ലൈഫിലെ വേസ്റ്റാ. ഇപ്പൊ ഒരു 10-15 മണിക്കൂർ ഞാൻ കിടന്നുറങ്ങി വിചാരിച്ചോ, അതും വേസ്റ്റാ. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്തുകൂടാ. ടൈം കറക്റ്റ് ആയിട്ട് നമ്മൾ മാനേജ് ചെയ്യാൻ പഠിക്കണം. ഇത്ര സമയമാണെങ്കിൽ ഇത്ര സമയം, ഇത്രയാണെങ്കിൽ ഇത്ര. അത് നമുക്ക് എങ്ങനെയാണോ ആപ്റ്റ് ആയിട്ടുള്ളത്, നിങ്ങൾക്ക് എങ്ങനെയാണോ ഓക്കെ ആയിട്ടുള്ളത് അങ്ങനെ തന്നെ ചെയ്താൽ മതി. സോ ടൈം മാനേജ്മെന്റ് ഈസ് വെരി 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 ഇമ്പോർട്ടന്റ് ആണ്. ഇവൻ ഒരു പ്ലാനിങ്ങിലായിക്കോട്ടെ, എഫിഷ്യൻസിയുടെ വൈസ് ആയിക്കോട്ടെ, റിമൈൻഡേഴ്സ് എല്ലാം കൂടെ കൂട്ടിയിട്ട് നിങ്ങൾക്ക് ടൈം എങ്ങനെയാണോ മാനേജ് ചെയ്യാൻ പറ്റുന്നത്. ഒരു 24 hour ഉണ്ടെങ്കിൽ അതിൽ എത്രത്തോളം നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയം എടുക്കാം, എത്രത്തോളം നിങ്ങൾക്ക് കളിക്കാം. നിങ്ങൾ വെറുതെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കടാ. ഒരു മാസം നിങ്ങൾ ഉറങ്ങിയതിന്റെ കണക്ക് മാത്രം എടുത്തേച്ച് ഒന്ന് നോക്കി നോക്കുക. എത്ര അത് കൂട്ടി നോക്കിയിട്ട് എത്ര ദിവസം നിങ്ങൾ ഉറങ്ങി തീർത്തു എന്ന് ആലോചിച്ച് നോക്കുക. അതേപോലെ ഫോൺ ഇപ്പോൾ ഒരു 5 മണിക്കൂർ ഉപയോഗിക്കുകയാണെങ്കിൽ അങ്ങനെ എല്ലാ ദിവസവും നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എത്ര ദിവസങ്ങളാണ് നമ്മൾ ആ ഒരു 5 മണിക്കൂർ കൂട്ടി 24 hour ആയ ഒരു ദിവസമായി. അങ്ങനെ നോക്കുകയാണെങ്കിൽ ദിവസങ്ങൾ അങ്ങനെ പറഞ്ഞ പോലെ നീണ്ടു നിവർന്ന് വെറുതെ നമ്മൾ കളയുകയാണല്ലേ. അപ്പൊ അതിന് പകരം നിങ്ങൾ ടൈം മാനേജ് ചെയ്തിട്ട് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ സെറ്റ് ചെയ്യുക. അതും ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യമായിരിക്കും. ആൻഡ് മൂന്നാമത്തേത് ക്ലീൻ ആൻഡ് പെർഫെക്റ്റ് സ്റ്റഡി റൂം. നിങ്ങൾ പഠിക്കാനിരിക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരിക്കും അല്ലെ. ചിലപ്പോൾ ഇവൻ സ്റ്റഡി റൂം തന്നെ ആയിരിക്കാം, ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും റൂം വൈസ് ആയിരിക്കാം, വേറെ എവിടെയെങ്കിലും കോർണർ എവിടെയെങ്കിലും സെലക്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. അവിടെ എപ്പോഴും നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിരിക്കണം. കാരണം നമ്മൾ സാധനത്തിൽ പഠിക്കാനിരിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് ഭയങ്കര ഹാപ്പി ആവണമെന്നുണ്ടെങ്കിൽ, ഭയങ്കര പ്ലസന്റ് ആവണമെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള നീറ്റ് ആയിട്ടുള്ള സ്ഥലമായിരിക്കണം. അല്ലാതെ ചറ പറയും അത് ഇത് നടന്നാൽ നമുക്ക് തന്നെ തോന്നും എന്തിനാ വെറുതെ ഇന്നിപ്പോ പഠിക്കേണ്ടതായിരിക്കും. പക്ഷെ അതിന് പകരം നിങ്ങൾ അടുക്കി പെറുക്കി നിങ്ങളുടെ സ്റ്റഡി റൂമിൽ ഒരു ടൈം ടേബിൾ ആക്കി വെക്കുക, ഒരു ചാർട്ടുകൾ ഉണ്ടാക്കാനുള്ള സെക്ഷൻ ഉണ്ടാക്കി വെക്കുക, കുറച്ച് ലൈറ്റിങ് കാര്യങ്ങളൊക്കെ കൊടുത്തോ, ഭയങ്കര അടിപൊളിയായിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യുക, അതേപോലെ നല്ല സെറ്റായിട്ട് ചിട്ടയോട് കൂടിയിട്ട് നിങ്ങൾ അടിപൊളിയായിട്ടുള്ള ഒരു ക്ലീൻ ആൻഡ് പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റഡി റൂമോട് ഉണ്ടാക്കിയോ പൊളിയായിരിക്കും. അപ്പൊ ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്, നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളാണ്. ബട്ട് ഈ ഒരു സാധനങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ ഷുവർ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റഡിയിൽ കാണാൻ വേണ്ടി കഴിയും. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളും കൂടെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് മിസ് പറഞ്ഞത്. ഇനി നിങ്ങളുടെ കയ്യിലും പൊടിക്കൈ ഉണ്ടായിരിക്കാം. ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ മിസ്സിന് വേണ്ടി അത് പറഞ്ഞുതരാം. മിസ്സെ ഞാൻ ഇങ്ങനെ ചെയ്യാറുണ്ട്, ഇത് കുറച്ചും കൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്നുള്ള ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ അടിപൊളിയാക്കുക, സെറ്റാക്കുക. ഈ ഒരു വർഷം എങ്ങനെയാ അപ്പൊ നമ്മൾ പൊളിക്കാൻ വേണ്ടിയിട്ട് പോവല്ലേ, സെറ്റല്ലേ, റെഡി അല്ലേ? അപ്പൊ ദാ ഇങ്ങനെയുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും മിസ് വരും. അപ്പൊ നിങ്ങളൊക്കെ യൂസ് ചെയ്യുക. നിങ്ങൾ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഇതൊക്കെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടി നോക്കുക. നമുക്ക് നോക്കാം ഈ വർഷം എന്തോരം മാറ്റങ്ങൾ വരുന്നു. സോ ബാക്കി കാര്യങ്ങൾ നെക്സ്റ്റ് വീഡിയോയില് നെക്സ്റ്റ് ടിപ്പുമായിട്ട് നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരേക്കും ബൈ ബൈ. സീ യു.